നിങ്ങളുടെ കൈകൾ നിങ്ങൾ പറയാത്ത പല സത്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കൈകൾ പുറകിൽ കെട്ടി ഒരു കൈപ്പത്തി മറ്റേ കൈപ്പത്തിക്കുള്ളിൽ വെച്ചാൽ അത് പറയുന്നത് അതോറിറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ ആണ്. പോലീസ്, ആർമി, സീനിയർ ഓഫീസേഴ്സ്, ലീഡേഴ്സ് ഇവരാണ് പൊതുവെ ഇങ്ങനെ നിൽക്കാറുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ഡോമിനൻസും ഡിസിപ്ലിനുമാണ്. ഞാൻ ശാന്തനാണ്, പക്ഷെ കൺട്രോൾ എൻ്റെ കയ്യിലാണ്. കൈകൾ പുറകിൽ കെട്ടി ഒരു കൈ മറ്റേ കൈയുടെ റിസ്റ്റിൽ പിടിച്ചാൽ അത് പറയുന്നത് ആ വ്യക്തി ഇന്നർ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളതാണ്. അതായത് ഓരോ നിമിഷവും ആ വ്യക്തി ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പോലീസ്, സെക്യൂരിറ്റി ഫോഴ്സ്, മാനേജേഴ്സ് ഇവർ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. പുറമേ ശാന്തനാണ്, അകത്ത് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈകൾ പുറകിൽ കെട്ടി ഒരു കൈ മറ്റേ കൈയുടെ എൽബോയിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ആ വ്യക്തി ഏത് സമയത്തും പൊട്ടിത്തെറിക്കാം. കാഴ്ചയിൽ ശാന്തനായിട്ട് തോന്നാം, പക്ഷെ പൂർണ്ണമായും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൈ ഇടുപ്പിൽ വെച്ചാൽ ഇത് സൂചിപ്പിക്കുന്നത് കോൺഫിഡൻസ് ആൻഡ് അതോറിറ്റിയാണ്. ആർഗ്യുമെന്റ്സ് നടക്കുന്ന സമയത്ത് ലീഡർഷിപ്പിലുള്ളവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു പോസ്റ്റർ നമ്മളോട് പറയാതെ പറയുന്നത് ഞാൻ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ കമാൻഡ് എൻ്റെ കയ്യിലാണ്. രണ്ട് കൈകളും തലയ്ക്ക് പിന്നിൽ വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് ഹൈ കോൺഫിഡൻസിനെയാണ്. കാരണം മറ്റൊന്നുമല്ല, ആ സിറ്റുവേഷൻ അവരുടെ ഫുൾ കൺട്രോളിലായിരിക്കും. അതാണ് അവർക്ക് അത്രയും കോൺഫിഡൻസ് നൽകുന്നത്. ലീഡേഴ്സ്, നെഗോഷിയേറ്റേഴ്സ്, അതോറിറ്റിയിലുള്ളവർ ഇവരാണ് പൊതുവെ ഈ ഒരു പോസ്റ്റർ കാണിക്കാറുള്ളത്. കൈകൾ രണ്ടും നെഞ്ചിന് മുന്നിൽ ഒരു ബാരിയർ പോലെ വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് ഇൻട്രസ്റ്റ് ഇല്ലായ്മയും ഡിഫെൻസീവ് മോഡിനെയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഒരാൾ ഉള്ളതെങ്കിൽ ആ വ്യക്തിയോട് അധികം സംസാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങളെ കേൾക്കാനോ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനോ ആ വ്യക്തിക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈകൾ കൊണ്ട് വായ മൂടാൻ ശ്രമിച്ചാൽ അത് പറയുന്നത് സത്യം മറയ്ക്കാനുള്ള ശ്രമമായിട്ടാണ്. നമ്മൾ കള്ളം പറയുന്ന സമയത്തുള്ള ഇൻസ്റ്റിങ്ക്റ്റീവ് റിഫ്ലക്സ് ആണത്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കള്ളം പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാണിക്കാറുണ്ട്. പിന്നീട് പലപ്പോഴും ഇത് ലോപിച്ച് നമ്മൾ മൂക്കിൽ ടച്ച് ചെയ്യാറുണ്ട്. ആ മൂക്കിൽ ടച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രമിക്കുന്നത് വായ കവർ ചെയ്യാനാണ്. വാക്കുകൾക്ക് കള്ളം പറയാം, പക്ഷേ ബോഡി ലാംഗ്വേജിന് ഒരിക്കലും കള്ളം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി മുതൽ ഒരാളെ കേൾക്കുന്നതിന് മുമ്പ് അവരുടെ കൈകൾ വായിക്കാൻ പഠിക്കുക. ഇതുപോലെയുള്ള സെയിൽസ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.